ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഏട്ടൻ്റെ മോടെ വേളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പാലക്കാട് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഫംഗ്ഷനായിരുന്നു കേട്ടോ. 28-ാം തീയതി ഞങ്ങൾ ഹൽദി എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറ്റുന്നവരൊക്കെ മഞ്ഞ ഡ്രസ്സിട്ട്, കുട്ടിയെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി, അതുപോലെ തന്നെ മഞ്ഞ പൂക്കളും ഓറഞ്ച് ലഡു ഒക്കെ വെച്ച് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ച്, അതുപോലെ ചിരാതൊക്കെ കത്തിച്ച് കുറച്ച് ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ പാട്ടൊക്കെ പാടി. വലിയ ഏട്ടനൊക്കെ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ഏട്ടനൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ നേരെ മൂത്ത ഏട്ടൻ്റെ മോനാണ്. മുഖത്ത് മഞ്ഞളും തേക്കുന്നതിന് പകരം ഞങ്ങൾ കളഭമാണ് എടുത്തത്. കാരണം മഞ്ഞ കളറായി പോകുമല്ലോ അല്ലേ മുഖം. അങ്ങനെ അതും തേച്ച് ലഡുവും കൊടുക്കുന്ന ചടങ്ങാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ വീഡിയോസ് ഉള്ളത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിറ്റേ ദിവസമായിരുന്നു അയിനിയൂണിന് 2 കുട്ടികളെ, കല്യാണം കഴിയാത്ത 2 കുട്ടികളെ അവളുടെ മോളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി എണ്ണ തേപ്പിക്കുന്ന ചടങ്ങാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് അവളെ കുളിപ്പിക്കാൻ കുളത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ 2 കുട്ടികളും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന്. അമ്മയാണ് വിളക്കെടുക്കുന്നത്. കുട്ടിയുടെ അമ്മ വിളക്കെടുക്കും, അമ്മായി അഷ്ടമംഗല്യ തട്ടും എടുക്കും. എന്നിട്ട് ബാക്കി എല്ലാവരും കൂടെ പോയി കുളിപ്പിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ്. പണ്ട് കാലത്തെ ചടങ്ങുകൾ കാണാൻ നല്ല രസമാണല്ലേ. ഞാൻ എൻ്റെ ഫോണിലെടുത്ത വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ കുരവയും ആർപ്പുവിളിയുമായിട്ടാണ് കയറി വരുന്നത്. വന്ന് ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ട് നേദ്യം കഴിപ്പിക്കുന്നതാണ്. ഗണപതിക്ക് നേദ്യം കഴിപ്പിക്കും. ഈ ചടങ്ങുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ക്ലിപ്പിംഗ് എങ്കിലും വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. നിറപറയും നിലവിളക്കും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ വെച്ചിട്ട് അവൾ ഇരിക്കുന്ന സ്ഥലം പൂജാമുറിയുടെ ഫ്രണ്ടിൽ നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ 2 കുട്ടികളെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി ഇലയിട്ട് അമ്മ ഊണ് വിളമ്പി കൊടുക്കുന്ന ചടങ്ങാണ്. ഊണ് കഴിഞ്ഞിട്ട് പിന്നെ 1000 തിരി തെറുക്കലാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വേളിയുടെ അന്ന് ഉഴിയാൻ വേണ്ടിയിട്ടാണ്. 2 പേരെയും ഉഴിഞ്ഞ് കത്തിക്കാറുണ്ട്. അങ്ങനെ 1000 തിരി കത്തിക്കലാണ്. ആ ചടങ്ങും നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും പാട്ടൊക്കെ പാടി. ഭഗവാൻ കൃഷ്ണൻ്റെ പാട്ടാണ് കൂടുതൽ എല്ലാവരും പാടുന്നത്. അതുപോലെ തന്നെ 1008 തിരിയാണ് തെറുക്കേണ്ടത്. ഭഗവാന് ഓരോ ചടങ്ങുകൾക്കും ഭഗവാനെ സ്മരിച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ആ പരിപാടി നന്നായി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. കാരണം കോപ്പിറൈറ്റ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു പരിപാടി തന്നെയാണ് 1000 തിരി തെറുക്കൽ. പഴയകാല ചടങ്ങുകളൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. 1008 തിരിയാണ്. 1008 തിരി അതിൽ തെറുത്ത് കെട്ടിവെക്കും. എന്നിട്ട് ഉരുളിയോടെ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ വേളിയുടെ ചടങ്ങിൻ്റെ സമയത്തേക്ക്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കാല് നമസ്കാരമാണ്. നമ്മൾ പ്രായമായവരുടെ കാല് നമസ്കരിക്കുന്ന ചടങ്ങാണുള്ളത്. അപ്പം നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കും. എല്ലാവരും ചെയ്യുന്ന ഫോട്ടോസും ഒക്കെ ഉണ്ട്. വീഡിയോ ഇല്ല, ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ.
ആ ചടങ്ങും നന്നായിട്ട് കഴിഞ്ഞു. ഇനി വൈകുന്നേരം അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴാണ് വേലി ഉണ്ടായിരുന്നത്. അതായത് 30-ാം തീയതി ആയിരുന്നു വേലി. കുറച്ച് ഫോട്ടോസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, വീഡിയോസും. അതുകൊണ്ടാണ് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വേലിയുടെ ആണെങ്കിലും വളരെ കുറച്ച് ഫോട്ടോസും വീഡിയോസുമേ കിട്ടിയുള്ളൂ. ഇത് നമ്മുടെ മൊബൈലിൽ തന്നെ എടുത്ത വീഡിയോസ് ആൻഡ് ഫോട്ടോസാണ്. ഈ ചടങ്ങുകളൊക്കെ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. ഇത് ഏട്ടൻ്റെ മോളാണ് ഗായത്രി. പിറ്റേ ദിവസം വേലിയായി. വേലിയുടെ അന്ന് ആദ്യം അച്ഛൻ പൊന്നണിയിക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഇതിപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നതാണ്. അമ്മി ചവിട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം അച്ഛനാണ് പൊന്നണിയിക്കുന്നത്. ചടങ്ങുകളൊക്കെ വളരെ ഉണ്ടെങ്കിലും വളരെ സ്പീഡിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഇത് അമ്മി ചവിട്ടിക്കുന്ന ചടങ്ങാണ് കേട്ടോ. അതൊക്കെ മാത്രമേ എനിക്ക് വീഡിയോ ആയിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ ഓണാരണം എന്ന് പറഞ്ഞ് ആദ്യം ഇവർ വേലി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കുടിവെപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവർ ഓണാരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, നവദമ്പതികളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്